സ്ത്രീകളെയെല്ലാം പാട്ടിലാക്കാൻ വേണ്ടി സ്ത്രീ രക്ഷയുടെയും സ്ത്രീ അവകാശങ്ങളുടെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി കളിക്കുന്ന നാടകമാണിത്. ഈ നാടകത്തിൽ BJPക്കോ മോദിക്കോ ലവലേശം ആത്മാർത്ഥതയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെല്ലാം പെട്ടിയിലാണ്. എല്ലാ ബൂത്തുകളിലെയും കണക്കുകൾ വന്ന് അത് പഠിച്ച് LDFിലെ എല്ലാ പാർട്ടികളും നടത്തിയ റിവ്യൂ ഉണ്ട്, പരിശോധനയുണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFിനും കിട്ടിയ റിപ്പോർട്ടിനെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങൾ പറയുന്നു, LDF പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. മാതൃകാപരമായ വഴിയിൽ കൂടെ പോയി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കരുതലിൻ്റെ ഒരു പുത്തൻ രാഷ്ട്രീയം ചൂണ്ടിക്കാണിച്ച് വിജയിപ്പിച്ച LDFിൻ്റെ ഭരണം വീണ്ടും ഉണ്ടാകണമെന്ന് വോട്ടർമാർ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗം വോട്ടർമാരും LDFിൻ്റെ പ്രതീക്ഷക്കൊത്ത വിധം പൊതുവിൽ LDFിന് വോട്ട് ചെയ്തിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അത് UDFും പറയുന്നുണ്ട്, BJPയും പറയുന്നുണ്ട്. UDF അത് മാത്രമല്ല, വേറെയും പലതും പറയുന്നുണ്ട്. ഒരു അടിയുറച്ച കോൺഗ്രസ് നേതാവ് എന്നോട് തന്നെ പറഞ്ഞു, എങ്ങാനും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിപ്പോയാൽ ഞങ്ങളുടെ പാർട്ടി ഭിന്നിക്കുമെന്നല്ല പറഞ്ഞത്, 3 തുണ്ടായി പോകുന്നു. കോൺഗ്രസ് പാർട്ടി അങ്ങനെ വന്നാൽ 1 അല്ല 2 അല്ല തുണ്ട് 3 ആകുമെന്ന് പറയുന്നു ഒരു കോൺഗ്രസ് നേതാവ്. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് എപ്പോഴും പറയുന്നത് ടീം UDF എന്ന്. എന്ത് ടീം, എന്ത് UDF, എന്ത് കോൺഗ്രസ്, എന്ത് ഐക്യം? ആ പാർട്ടിക്ക് അധികാരമോഹമാണ്, കസേരക്കൊതിയാണ്. കസേര ഒന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ പോകുന്ന പോലെ പോയാൽ ആ കസേരയെ 3 ആക്കി വെട്ടിമുറിക്കേണ്ടി വരും. ഇതാണ് അപ്പുറത്തെ സ്ഥിതി. അവർക്ക് അതുകൊണ്ട് തന്നെ ജനങ്ങളെ കാണാൻ, അവരോടെന്തെങ്കിലും പറയാൻ രാഷ്ട്രീയമായ അവകാശമില്ല, ധാർമ്മിക അവകാശമില്ല. അതുള്ളത് LDFിന് മാത്രമാണ്. അതൊരു കാര്യം. അടുത്ത കാര്യം പറയാനുള്ളത് ഒരു ദേശീയ പ്രശ്നമാണ്. വിമൻ റിസർവേഷൻ ബിൽ. BJP ആ നിയമത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പരിഹാസ്യമായ നാടകം കളിക്കുകയാണ്. ഇത്തരം നാടകങ്ങൾ ഇന്ത്യ ഇതുപോലെ കണ്ടിട്ടില്ല മുമ്പ് ഒരിക്കലും. സ്ത്രീകളെയെല്ലാം പാട്ടിലാക്കാൻ വേണ്ടി സ്ത്രീ രക്ഷയുടെയും സ്ത്രീ അവകാശങ്ങളുടെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ടൊരു പാർട്ടി കളിക്കുന്ന നാടകമാണിത്. ഈ നാടകത്തിൽ BJPക്കോ മോദിക്കോ ലവലേശം ആത്മാർത്ഥതയില്ല. വഞ്ചനയാണ്, തട്ടിപ്പാണ്, സ്ത്രീ വിരോധമാണ് BJP നയിക്കുന്നത്. 2023 ഒരു ബില്ല് പാസ്സാക്കി, ഇതുപോലത്തെ ഒരു ബില്ല്. അന്ന് ഞാനും ഒരു അംഗമാണ് സഭയിൽ. ചർച്ചകളന്ന് ഞാനും പങ്കെടുത്തവനാണ്. ആ ബില്ല് പാസ്സാക്കി. പക്ഷേ ആ ബില്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. ഈ ബില്ല് സഭയിൽ ചർച്ചക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയ അന്ന് വീണ്ടും പറയുന്നു, ആ ബില്ലിൻ്റെ ഇത്രയും വൈകിയ നോട്ടിഫിക്കേഷൻ ഇതാ പുറത്തു വന്നിരിക്കുന്നുവെന്ന്. രാഷ്ട്രീയ നെറികേടിൻ്റെയും ഗൂഢനീക്കത്തിൻ്റെയും പാർട്ടിയാണോ BJP? അങ്ങനെയാണ്. അത് പറയാൻ വീണ്ടും കാരണമുണ്ട്. പലവട്ടം CPI ചോദിച്ചു. ഈ പറഞ്ഞ 23 ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് ഞാനും ചോദിച്ച ചോദ്യമാണത് രാജ്യസഭയിൽ. ചോദ്യം ഇതായിരുന്നു, BJPയുടെ ഈ നീക്കത്തിൽ നാരീശക്തിയുടെ മഹത്വം പറയുകയാണ്. നാരീശക്തിയുടെ മഹത്വം, സ്ത്രീപീഡനത്തിൻ്റെയും സ്ത്രീ വിദ്വേഷത്തിൻ്റെയും ആൺകഴിവുകളുടെയും പാർട്ടിയാണ് BJP.
ആ BJPക്ക് അതുകൊണ്ട് ഇത്തരം വർത്തമാനം പറയേണ്ട അവകാശമില്ല. പക്ഷെ വോട്ടിന് വേണ്ടി എല്ലാ നാടകവും കളിക്കും. അന്ന് ഉന്നയിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു.